അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫിഖ്ഹിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആരാധന എന്നുള്ളത്. ആ ആരാധനയിൽ ഏറ്റവും പോരിശയാക്കപ്പെട്ടതാണ് നിസ്കാരം. ആ നിസ്കാരം സഹിയാവണമെങ്കിൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫർളുകളും പൂർത്തീകരിച്ച് വിട്ടിരിക്കണം. നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഷർത്താണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. അതിന് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ ചെയ്യുകയാണ് വേണ്ടത്. 5ഓളം ഷർത്തുകളും 6ഓളം ഫർളുകളും അതിലേറെ സുന്നത്തുകളും ഉൾക്കൊള്ളിക്കുന്നതാണ് വുളൂ. ആദ്യമായി വുളൂവിൻ്റെ ഷർത്തുകളിലേക്ക് നോക്കുമ്പോൾ ഒന്നാമത്തേതാണ് മുത്തലക്കായ വെള്ളം ആവുക എന്നുള്ളത്. അഥവാ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളമാണ് വുളൂ ചെയ്യാൻ വേണ്ടത്. ഇനി അഥവാ സ്വയം ശുദ്ധി കൊണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല, അഥവാ ഇളനീർ വെള്ളം, പനിനീർ വെള്ളം പോലത്തെ വെള്ളം കൊണ്ട് വുളൂ സഹിയാവുകയില്ല. രണ്ടാമത്തേതാണ് കഴുകപ്പെടുന്ന അവയവത്തിൻ്റെ മേൽ വെള്ളത്തെ ഒഴിപ്പിക്കുക എന്നുള്ളത്. വെള്ളത്തെ ഒലിപ്പിക്കലാണ്, അല്ലാതെ വെള്ളം തടവൽ കൊണ്ട് വുളൂ ആവുകയില്ല. മൂന്നാമത്തേതാണ് അവയവത്തിൻ്റെ മേൽ വെള്ളത്തെ പകർച്ചയാക്കുന്നൊന്നും ഇല്ലാതിരിക്കുക. ഉദാഹരണത്തിന് സോപ്പ്, കുങ്കുമം പോലത്തത് അവയവത്തിൻ്റെ മേലുണ്ടെങ്കിൽ അത് വെള്ളത്തെ പകർച്ചയാക്കുകയും തഹൂറായ വെള്ളത്തിൽ നിന്ന് മാറുകയും ചെയ്യും. നാലാമത്തേതാണ് കഴുകപ്പെടുന്ന അവയവത്തിൻ്റെ മേൽ മറയില്ലാതിരിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് പെയിൻറ്റ്, മഷി പോലത്തെ മറകൾ അവയവത്തിൻ്റെ മേലുണ്ടെങ്കിൽ ആ അവയവം കഴുകിയാൽ സഹിയാവുകയില്ല. അതുകൊണ്ട് ആദ്യം അത് നീക്കിയതിന് ശേഷമാണ് വുളൂ ചെയ്യേണ്ടത്. എന്നാൽ മഷിയുടെ അസറും മൈലാഞ്ചിയുടെ അസറൊന്നും മറയായി പരിഗണിക്കുകയില്ല. അഞ്ചാമത്തേതാണ് നിത്യശുദ്ധിക്കാരൻ സമയമായെന്നറിയുക. ഫർള് നിസ്കാരത്തിനും സമയബന്ധിതമായ സുന്നത്ത് നിസ്കാരത്തിനും നിത്യശുദ്ധിക്കാരൻ സമയം പ്രവേശിച്ചതിന് ശേഷം മാത്രമേ വുളൂ സഹിയാവുകയുള്ളൂ. വുളൂവിൻ്റെ ഫർളുകളിലേക്ക് നോക്കുമ്പോൾ ഒന്നാമത്തേതാണ് നിയ്യത്ത് കരുതലാണ്. ആ കരുതൽ തന്നെ മുഖം കഴുകുന്നതിൻ്റെ ആദ്യത്തോട് അന്വരിക്കൽ നിർബന്ധമാണ്. ഇനി അഥവാ അത് മുഖം കഴുകിയതിന് ശേഷമാണ്, മുഖത്തിൻ്റെ അല്പം കഴുകിയതിന് ശേഷമാണ് ഒരാൾ നിയ്യത്ത് വെച്ചതെങ്കിൽ ആദ്യം കഴുകിയത് സഹിയാവുകയില്ല. നിയ്യത്തോട് മുൻകടന്ന ഒന്ന് അത് സഹിയാവുകയില്ല. അത് മാറ്റിക്കഴുകൽ നിർബന്ധമാണ്. രണ്ടാമത്തേതാണ് മുഖം കഴുകുക എന്നുള്ളത്. മുഖം നീളത്തിൽ തലമുടി മുളക്കുന്നതിൻ്റെയും 2 താടിയെല്ലിൻ്റെയും അറ്റത്തിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. ഇവിടെയുള്ള മുഴുവനൊന്നും കഴുകൽ നിർബന്ധമാണ്. അഥവാ തിങ്ങിയ താടിയും ഇടത്താടിയും ഒഴികെയുള്ള എല്ലാം കഴുകൽ നിർബന്ധമാണ്. എന്നാൽ തിങ്ങിയ താടിയും ഇടത്താടിയും ഉള്ള തികകറ്റൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ 2 താടിയെല്ലിൻ്റെ അറ്റവും നെറ്റിയിൽ മുടച്ച മുടിയുമെല്ലാം മുഖത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതും കഴുകൽ നിർബന്ധമാണ്. എന്നാൽ കണ്ണിൻ്റെ ഉള്ളിൽ കഴുകൽ നിർബന്ധവുമില്ല, സുന്നത്തുമില്ല, മറിച്ച് അത് കറാഹത്താണ്. എന്നാൽ കണ്ണിൻ്റെ ഉള്ളിൽ നജസായിട്ടുണ്ടെങ്കിൽ അത് കഴുകൽ നിർബന്ധമാണ്. കാരണം നജസിൻ്റെ വിഷയം അത്രയും ഗൗരവമായതിന് വേണ്ടി. മൂന്നാമത്തേതാണ് 2 കൈ മുട്ട് ഉൾപ്പെടെ കഴുകലാണ്. 2 കൈ മുട്ട് ഉൾപ്പെടെ കഴുകുക, അഥവാ 2 കൈ മുട്ട് ഉൾപ്പെടെ കഴുകലാണ്, മുട്ട് വരെയല്ല. എന്നാൽ ആ കൈയിലുള്ള നഖവും അധികമുള്ള വിരലും എല്ലാം കഴുകൽ നിർബന്ധമാണ്. ഇനി ഒരാളുടെ കൈ അല്പം മുറിച്ചാൽ ബാക്കി കഴുകൽ നിർബന്ധമാണ്. ഇനി മുട്ട് വരെ മുറിച്ചാൽ തോളം കൈ വരെ മുറിച്ചാൽ ബാക്കി കഴുകലും പ്രത്യേകം സുന്നത്താണ്. നാലാമത്തേതാണ് തലയിൽ നിന്ന് അല്പം തടവുക എന്നുള്ളത്. തലയിൽ നിന്ന് അല്പം തടവൽ മാത്രമേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് അനുസരിച്ച് സുന്നത്തുള്ളൂ. ബാക്കിയുള്ള മദ്ഹബിനോട് യോജിക്കാൻ വേണ്ടി മുഴുവൻ തടവൽ പ്രത്യേകം സുന്നത്താണ്. അഞ്ചാമത്തേതാണ് 2 കാലും നെരിയാണി ഉൾപ്പെടെ കഴുകുക. അതും കയ്യിൽ പറഞ്ഞതുപോലെ തന്നെ അവയവത്തിലുള്ള കാലിലുള്ള മുഴുവനും കഴുകൽ നിർബന്ധമാണ്. ഇനി ഒരാളുടെ കാലിൽ അധിക വിരലുണ്ടെങ്കിലും എല്ലാം കഴുകൽ നിർബന്ധമാണ്. ഈ പറഞ്ഞ മുഖത്തിലും കയ്യിലും കാലിലുമൊക്കെ അത് മുഴുവനും നീട്ടിക്കഴുകലും പ്രത്യേകം സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഹുർറ മുഹജ്ജലി, മുഖവും കൈകാലുകളും വെളുത്തവരെ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ മുഖവും കൈകാലുകളും നീട്ടിക്കഴുകലും പ്രത്യേകം സുന്നത്താണ്. ആറാമത്തേതാണ് ഈ പറയപ്പെട്ടത് പ്രകാരം വഴിക്ക് വയ്യാ ചെയ്യുക. ഇനി ഒരാൾ മുഴുവൻ അവയവങ്ങളും ഒരുമിച്ച് കഴുകിയാൽ അതിൽ ഒന്ന് മാത്രമേ സഹിയാവുകയുള്ളൂ. ഇനി ഒരാൾ മുങ്ങിയാൽ, നിയ്യത്ത് വെച്ച് മുങ്ങിയാൽ അത് മതിയാവുന്നതാണ്. അവിടെ തർത്തീബിന് സൗകര്യമാകുന്നൊരു സമയം അവിടെ താമസിച്ചിട്ടില്ലെങ്കിലും ശരി, അത് മതിയാവുന്നതാണ്. ഇനി വുളൂവിൻ്റെ സുന്നത്തുകളിലേക്ക് നോക്കാം. ധാരാളം സുന്നത്തുണ്ട്. വുളൂവിൻ്റെ തുടക്കത്തിൽ സുന്നത്തായ നിയ്യത്ത് വെക്കുക. 2 കൈ മുൻകൈ കഴുകുക. ബിസ്മി, അഊദു
ഇങ്ങനെ തുടങ്ങി ധാരാളം സുന്നത്തുകളും ഉള്ളതാണ്. സമയം അധികരിച്ചതുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.